ഇതെങ്ങനെ സംഭവം നടന്നെന്ന് പറഞ്ഞത് അറിയില്ല. ഈ നാട്ടുകാരാണോ? അതെ. അപ്പം ഈ നാട്ടുകാർ ഓടിക്കൂടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കണ്ടിരുന്നു. എപ്പോഴായിരുന്നു സംഭവം? ഇത് സമയം എന്ന് പറഞ്ഞാൽ ഒരു 9:30, കറക്റ്റ് ടൈം നോക്കിയില്ല. ഒരു 9:30-9:45 ഞാനപ്പോൾ അതുവരെ ഇവിടെ അങ്ങാടികളുണ്ടായിരുന്നു. സാധനം വെച്ച് വീട്ടിൽ പോയി. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ, 1.5 അല്ല, ഒരു കിലോമീറ്റർ അകലെയാണ് എൻ്റെ വീട്. അവിടേക്ക് വലിയൊരു ശബ്ദം, ഒറ്റ ശബ്ദമാണ് കേട്ട്. ആ ശബ്ദത്തിൽ ഞാൻ വീട്ടിൽ നിന്ന് വൈഫിനോട് ചോദിച്ചാൽ എന്തോ ഭയങ്കര പടകാണല്ലോ പൊട്ടിയത്. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു പെട്ടെന്ന് ഒരു വണ്ടി എടുത്ത് വരണം, പടക്കത്തിൻ്റെ വീട് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്, ആളുകളൊക്കെ പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അന്നേരം തന്നെ വീട്ടിൽ നിന്ന് ഓടി വന്നപ്പോൾ ഇവിടെ ഒരാളെ കാണുന്നു. അവരെ ഞങ്ങൾ ആംബുലൻസിലേക്ക് എടുത്ത് കയറ്റി. അപ്പോൾ അയാൾക്ക് 2 കയ്യുമില്ല, അയാളെ ഹൃദയം കൊണ്ട് പുറത്തേക്ക് ചാടി കിടക്കുന്നുണ്ട്. ഫുള്ള് ചെതറിക്ക് പോയി. ഇവിടുന്ന് ഇങ്ങോട്ടൊന്നും പറ്റിയിട്ടില്ല, കാലൊന്നും പറ്റിയില്ല. ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഒരു സ്ത്രീയുണ്ട്. സ്ത്രീക്ക് ചെറിയൊരു പരിക്ക്, എന്തോ ഓടെന്തോ പൊട്ടിയ അങ്ങനത്തെ എന്തോ ഒരു മുറിവുണ്ട് കാലിന്. പിന്നെ തലയ്ക്കും വേദന ഉണ്ട്. പിന്നെ മേലെ ശരീരത്തിലൊക്കെ മൊത്തമായിട്ട് എന്തോ വേദന ഉണ്ടെന്ന് പറയുന്നുണ്ട്. അവരെ അതിൻ്റെ അടുത്തുള്ള ഒരു ആംബുലൻസിൽ ഞങ്ങൾ കയറ്റി. ആ സ്ത്രീൻ്റെ ഹസ്ബൻഡുണ്ട് അവരെ കൂടെ. ഒരാണ് പോയത്, MCCയിലേക്ക് പോയത്. ഇവിടെ പടക്കം നിർമ്മിക്കുന്ന കടയായിരുന്നു, സ്ഥാപനമായിരുന്നു? അതറിയില്ല. ഇതുവരെ ഇവിടെ വാടകയ്ക്ക് കൂടെ എങ്ങനെ ഇവിടെ പടക്കം ഉണ്ടാക്കുന്നതായിട്ട് നമുക്കറിയില്ല. ഇങ്ങനെ പടക്കം ഉണ്ടാക്കുന്ന ഇതുവരെയായിട്ട് അറിയില്ല. ഒരു 7 മാസമായിട്ടുള്ള വലിയ ഇവിടെ താമസമാക്കിയിട്ടുള്ളൂ എന്നാണ് ഇവിടുന്ന് പറയുന്നത്. എൻ്റെ സുഹൃത്തിൻ്റെ വീടാണ് ഇവിടെ തൊട്ടടുത്ത്, അവരെ വീട് തന്നെയാണ് അത്. അപ്പോൾ അവർ പറഞ്ഞ ഒരു 7 മാസമായിട്ട് വലിയ ഇവിടെ താമസമാക്കുന്നുണ്ട്. പടം ഉണ്ടാക്കുന്നത് നമുക്ക് ആർക്കും അറിയില്ല, നമ്മളൊക്കെ ഇവിടെ അടുത്തുള്ളവരാണ്. നാട്ടിലാർക്കും അറിയില്ല പിന്നെ അങ്ങനെ പടക്കം ഉണ്ടാക്കുന്നൊന്നും. ഞാനിപ്പോൾ ഒരു അര കിലോമീറ്റർ ദൂരെയാണ് ഇപ്പം ഞാൻ താമസിക്കുന്നത്. അവിടേക്ക് പോലും ഈ സ്ഫോടനത്തിന്റെ അത്യുഗ്രമായ സൗണ്ട് കേട്ടിട്ടാണ് ഇപ്പം ഞാൻ അങ്ങോട്ട് വന്നത്. ശബ്ദം കേട്ടിട്ട് കൂടി വന്നത്? ആ ശബ്ദം കേട്ടിട്ട് ആ ജനലിന്റെ ചില്ലുകളൊക്കെ വിറച്ച് എന്താണെന്നറിയില്ല. നിങ്ങൾ വന്ന് കിടപ്പ് ഇവിടെ ആളുകൾ ഉണ്ടായിരുന്നു? ഞാൻ വരുമ്പോഴത്തേക്ക് ഏകദേശം ആള് കൂടി. കാരണം 1/2 കിലോമീറ്റർ ദൂരത്തുനിന്ന് വരണമല്ലോ. അങ്ങനെയാണ് ഉണ്ടായത്. ഇത്തരത്തിൽ വലിയൊരു സ്ഫോടനം ശബ്ദം കേട്ടാണ് ആളുകൾ ഇവിടേക്ക് തടിച്ചു കൂടിയത്. അതിൻ്റെ ഈ അപകടത്തിൻ്റെ ആഘാതം കൂടാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം, ഇത് ഓട് കൊണ്ട് നിർമ്മിച്ച ഒരു വീടാണ്. ആ വീട്ടിൽ കാലപ്പഴക്കം ചെന്നൊരു വീടാണ്. അത്തരത്തിൽ ഒരു നിർമ്മാണം ഇതൊക്കെ നടക്കുമ്പോൾ വലിയ തലത്തിലുള്ള അപകടം ഉണ്ടാകും എന്ന് ഉറപ്പാണ്. കാരണം അത്രയും പഴക്കം ചെന്ന ഒരു വീട്ടിലാണ് ഇത്തരത്തിൽ അപകടം നടന്നത്. ഈ മേൽക്കൂരയൊക്കെ നമുക്ക് കാണാൻ കഴിയും. മേൽക്കൂരയൊക്കെ തടി കൊണ്ടുള്ള മേൽക്കൂരയാണ്. പെട്ടെന്ന് ഒരു പൊട്ടിത്തെറി ഉണ്ടായി അത് പെട്ടെന്ന് തീ പിടിക്കുവാൻ ഉള്ള സാധ്യതകൾ അടക്കം ഉണ്ട്. ഇപ്പോൾ ഈ പെട്ടിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അത് പടക്കമാണ്. അവർ ഇവിടെ അവർ നിർമ്മിച്ചിരിക്കുന്ന പടക്കങ്ങളാണ് അവർ ഇപ്പോൾ പെട്ടിയിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഈ പടക്കമാണ് അവർ ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് അടക്കം കൊണ്ടുപോകാൻ മറ്റുള്ളവർക്കൊക്കെ കൊടുക്കുകയും ചെയ്തത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും 2 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. അതിൽ 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് ശ്രീനിധി. അത് മാത്രമല്ല, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ഈ പടക്കം നിർമ്മിക്കാൻ ആവശ്യമുള്ള ഓലകളടക്കം അവിടെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാം. ഈ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഓലകളാണ്, പടക്ക നിർമ്മാണത്തിന് ആവശ്യമായ ഈ ഓലകളൊക്കെ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. മാത്രമല്ല വലിയ തരത്തിലുള്ള സ്ഫോടനം കേട്ടുകൊണ്ട് തന്നെയാണ് ആളുകളടക്കം ഇങ്ങോട്ട് എത്തിയത്. ശ്രീനിധി, അജയ്, അതിൽ പ്രദേശവാസികൾ പറയുന്ന പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ വാടക വീട് എടുത്തു എന്നത് സത്യമാണ്. പക്ഷെ അവിടെ ഇത്തരത്തിലൊരു പടക്ക നിർമ്മാണം നടക്കുന്നു എന്ന കാര്യം ആർക്കും അറിയില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. 1/2 കിലോമീറ്റർ ദൂരെയുള്ളവർ വരെ ആ ശബ്ദം കേട്ടിട്ടാണ് ഓടിയെത്തിയത് എന്ന് പറയുമ്പോൾ അത്രത്തോളം തീവ്രതയേറിയ ഒരു സ്ഫോടനം തന്നെയായിരിക്കും അവിടെ നടന്നത്. അജി, ശ്രീനിധി, എനിക്ക് ചോദ്യം വ്യക്തമായില്ല, ഒന്നുകൂടെ പറയാമോ? അതിൽ പ്രദേശവാസികൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവർ വാടകയ്ക്ക് വീടെടുത്തു എന്നതല്ലാതെ ഈ വീടിനുള്ളിൽ ഇത്തരത്തിലൊരു പടക്ക നിർമ്മാണം നടക്കുന്നു എന്ന കാര്യം അവർക്ക് അറിയില്ല എന്നല്ലേ അവർ പറഞ്ഞത്? തീർച്ചയായിട്ടും അങ്ങനെയാണ് അവർ പറഞ്ഞത്. പക്ഷേ നമുക്ക് ഈ ദൃശ്യങ്ങൾ നേരത്തെ നമ്മൾ കണ്ടിരുന്നല്ലോ. ഈ പടക്ക നിർമ്മാണത്തിന് ആവശ്യമായ ഓലകളടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവെക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ അറിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രാഥമികമായിട്ടും അവർ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കൃത്യമായ ഒരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്നും തദ്ദേശ സ്ഥാപനത്തിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ പുറത്തു വരണം. കൃത്യമായ ഒരു അന്വേഷണം നടക്കണം. അന്വേഷണം നടന്നാൽ മാത്രമേ ഏത് തലത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്, ഇത് പടക്കം നിർമ്മാണത്തിന്
നിർമ്മാണത്തിനായിട്ട് ഇവർക്ക് ലൈസൻസ് ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെയും നമുക്ക് അറിയേണ്ട വരും. കാരണം ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഓല, അത് മാത്രമല്ല കരിമരുന്ന്, പടക്ക നിർമ്മാണത്തിന് ആവശ്യമായുള്ള മറ്റ് സാമഗ്രികളൊക്കെ തന്നെയും ഇവിടെ ഈ സൂക്ഷിച്ചു വെക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് തന്നെ കാണാൻ കഴിയും. അത് പുറത്തിപ്പോഴും അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ വീടിന് മുറ്റത്ത് ഇപ്പോഴുമുണ്ട്. അത് മാത്രമല്ല കരിമരുന്ന് അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെയും വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. അപ്പോൾ ഈ പടക്കം ശ്രീ കോഴിക്കോട് കുരിക്കത്തൂരിലാണ് വീടിനുള്ളിൽ സ്ഫോടനം നടന്നത്. പടക്ക നിർമ്മാണത്തിനിടെയാണ് ഇത്തരത്തിലൊരു സ്ഫോടനം നടന്നത്. 2 പേർ മരിച്ചു, 3 പേർക്കാണ് ഗുരുതരമായി പരുക്കേറ്റിരിക്കുന്നത്. അജി കുഞ്ഞുമോനാണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.